ഹായ് ഗൈസ്, നമുക്കിന്ന് പെസഹ അപ്പവും പാലും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 4 മണിക്കൂർ മുമ്പ് ഈ ഉഴുന്ന് ഞാൻ ഓട്ടവറ വറുത്തെന്ന് പറഞ്ഞാൽ എണ്ണ ചേർക്കാതെ വറുത്തിട്ട് കഴുകി വെള്ളത്തിലിട്ടിരുന്നതാണ്. ഇത് നമുക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് മിക്സിയുടെ ഈ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. ചിലപ്പോൾ അല്പം വെള്ളം ചേർക്കേണ്ടി വരും. ഇത് നല്ലതായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടി ഒരു അല്പം വെള്ളം ചേർക്കേണ്ടി വരും. നമുക്ക് ഇത് അരച്ചത് പാത്രത്തിലേക്ക് ഇടാം. 2 പ്രാവശ്യം അരക്കാനുള്ളതുണ്ട്. ഇത് 1/4 കപ്പായിട്ടുള്ളൂ. നമ്മൾ 1/2 കപ്പ് ഉഴുന്നാണ് നമ്മൾ വറുത്തിട്ട് വെള്ളത്തിലിട്ടിരുന്നത്. 1/2 കപ്പ് ഉഴുന്നിൻ്റെ കൂടെ 2.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് ഒന്നും കൂടെ അടിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇത്രയും വെള്ളമാണ് ചേർക്കുന്നത്, 1/2 ഗ്ലാസ്. നമ്മളിതിനായിട്ട് ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ മുഴുവനായിട്ട് ഇതിനെടുക്കുകയാണ്. തേങ്ങ എടുത്ത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഒരു 5 എണ്ണം എടുത്ത്, ചെറുതും വലുതുമായിട്ട് വെളുത്തുള്ളി എടുത്തു. ഇനി നമുക്ക് ഇത് ഇത്രയും ചുമന്നുള്ളിയും കൂടി ചേർക്കണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ജീരകം കഴുകിയതാണിത്. ജീരകം കൂടെ ഇതിനകത്ത് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് ഞാൻ ഇതിനകത്ത് ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഇത് ഒത്തിരി പേസ്റ്റായിട്ടൊന്നും അരക്കണ്ട, ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഉഴുന്നും ഒരുപാട് പേസ്റ്റ് പോലൊന്നും അരക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് വറുത്ത അരിപ്പൊടിക്കാണ് ഞാൻ 1/4 കപ്പ് വറുത്ത ഉഴുന്ന് വെള്ളത്തിലിട്ട് അരച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി അളവാണ് ഞാനിന്ന് എടുക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഈ കപ്പിന് 2.5 കപ്പാണ് ഞാൻ ഈ മാവിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടാമത്തെ കപ്പാണ്. അത് 1/2 കപ്പ്. അങ്ങനെ 2.5 കപ്പ് കംപ്ലീറ്റായി. നമ്മളിത് ഇടിയപ്പത്തിന് അല്ലെ അപ്പത്തിനൊക്കെ പോലെ പൊടിപ്പിച്ച് വറുത്ത പൊടിയാണിത്. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുന്ന പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് കുഴക്കുന്നത്. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മളിത് കറക്റ്റ് ആണോ, ഉപ്പ് കറക്റ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറില്ല. സാധാരണയായി നമ്മളാദ്യം തന്നെ അങ്ങനെ ഉപ്പ് നോക്കാറില്ല. പിന്നെ ഇത് ഒരുപാട് വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് പെസഹ അപ്പം. ഇതിന് തേങ്ങ ചിരണ്ടുന്നത് ഗൃഹനാഥനാണ്. അതുപോലെ ആ തേങ്ങ വെള്ളം നമ്മുടെ വിരപ്പുറത്തേക്ക് ഒഴിച്ച് കളയുകയാണ് ചെയ്യുന്നത് സാധാരണയായിട്ട്. പിന്നെ കുരിശപ്പത്തിൻ്റെ കുരിശ് വെക്കുന്നത് ഗൃഹനാഥനാണ്. നമ്മളിത് ഇങ്ങനെ അരച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. കൂടുതൽ പുളിക്കാൻ പാടില്ല. ഇത് പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നതുകൊണ്ട് ഫെർമെൻറ്റേഷൻ പാടില്ല. അരച്ച് ഒരു 10 മിനിറ്റുള്ളിൽ തന്നെ നമ്മളിത് ചുട്ടെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ തടവി കൊടുക്കണം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. വെളിച്ചെണ്ണയാണ് അതിന് നല്ലതായിട്ടുള്ളത്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ഗൃഹനാഥൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയോടുകൂടെ
ഇതിനകത്തേക്ക് കുരിശ് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓശാന തിരുനാളിന് കിട്ടിയ കുരിശ് ഗൃഹനാഥൻ വെക്കുന്നു, പ്രാർത്ഥിച്ചിട്ട് വെക്കുന്നു. നമുക്കിത് അടുപ്പിൽ വെക്കാം. നമുക്ക് അപ്പച്ചമ്പിൽ ആവി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഈ അപ്പം വെക്കാം. നമുക്കിത് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. വെന്തിട്ടുണ്ടോയെന്ന് നമുക്ക് അതിന് ശേഷം ഈർക്കിലി കൊണ്ട് കുത്തി നോക്കി നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു 12 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിനി രണ്ടാമത്തെ അപ്പത്തിന് വേണ്ടി പാത്രം ഇങ്ങനെ വെക്കുക, എന്നിട്ടിങ്ങനെ കോരി ഒഴിക്കുക. നമ്മൾ ആദ്യത്തെ ഒരപ്പത്തിന് മാത്രമാണ് നമ്മൾ കുരിശ് വെക്കുന്നത്. ഇതിനൊക്കെ കുരിശ് വെക്കത്തില്ല. നമുക്കിനി ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇതിനോടൊപ്പം നമുക്ക് പെസഹ പാലിനുള്ള ശർക്കര ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനകത്ത് കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് പെസഹ അപ്പത്തിനുള്ള പാലുണ്ടാക്കുന്നതിനായിട്ട് ഒരു തേങ്ങ, ഇടത്തരം തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ പാല് പിഴിഞ്ഞതിൻ്റെ രണ്ടാം പാലാണിത്. ഇതൊരു 2.5 കപ്പ് രണ്ടാം പാലുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ശർക്കര ഒഴിക്കാം. നമ്മൾ അര കിലോ ശർക്കരയാണ് ഇതിനകത്തേക്ക് തെളിച്ച് ഊറ്റിയെടുക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ഏലക്ക ഒരു 6 എണ്ണം ചതച്ചത് ചേർക്കാം. നമ്മളൊരു 6 ഏലക്കയാണ് ചതച്ചിട്ടത്. അതിനോടൊപ്പം ചുക്കും ജീരകവും കൂടെ ചതച്ചത് 2 ടീസ്പൂൺ വീതം ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് ബാലൻസിങ്ങിനായിട്ട് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ചിലപ്പോൾ ശർക്കരയ്ക്ക് ഉപ്പ് കാണുമായിരിക്കും, എന്നാലും നമ്മൾ ഒരല്പം ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഈ രണ്ടാം പാലിൻ്റെ കൂടെ രണ്ടാം പാൽ ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ടീസ്പൂണിൽ 2 സ്പൂണ് വറുത്ത അരിപ്പൊടി ചേർത്ത് ഇങ്ങനെ ഇളക്കി കട്ടകളൊക്കെ മാറ്റി ഇങ്ങനെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചേർക്കാം. നമ്മൾ അടുപ്പയിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തിളക്കട്ടെ. തിളച്ച് 1-2 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ ആ വറുത്ത പൊടിയുടെ മിക്സ് ഇങ്ങനെ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർക്കുന്നത്. ഇത് ശർക്കരയും രണ്ടാം പാലും ചേർത്ത മിക്സ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കറുത്ത എള്ള് ഒരു 1/4 ടീസ്പൂണ് ചേർക്കാം. നമുക്കിതിനകത്തേക്ക് ഈ സമയത്താണ് ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് രണ്ടാം പാലിലേക്ക് കുറച്ചെടുത്തിട്ട് അതിനകത്തേക്ക് 2 ടീസ്പൂണ് വറുത്ത പൊടി ചേർത്ത് ഇങ്ങനെ ഇളക്കി വെച്ചതാണ്. അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ എടുക്കാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അതുകൊണ്ട് ഇതിങ്ങനെ കുറുകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറുകുന്നില്ലെന്ന് തോന്നലുണ്ടെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഗൃഹനാഥൻ ഇതിനകത്തേക്ക് കുരിശ് വെക്കുന്നതാണ്. ഇനി നമുക്ക് രണ്ടാം പാല് ചേർക്കാം. ഞാൻ രണ്ടാം പാലെന്നാണ് പറഞ്ഞത്, സോറി. ഒന്നാം പാലാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇത് 1 ഗ്ലാസ് ആണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്, ഒന്നാം പാല്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളങ്ങനെ പാലുണ്ടാക്കി കഴിഞ്ഞു. 3 പേരുള്ള ഈ ഫാമിലിയിലേക്ക് ഈ പാല് ധാരാളം മതിയാകും.
നമ്മൾ എടുത്ത അളവ് അപ്പത്തിൻ്റെ 3 അപ്പത്തിന് വേണ്ടിയുള്ള മാവ് കൃത്യമുണ്ടായിരുന്നു. നമ്മൾ 3 പേരുള്ള ഫാമിലിയിലേക്ക് അത് മതിയാവും. അപ്പോൾ 3 അപ്പത്തിനുള്ള അളവാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. 2.5 വറുത്ത അരിപ്പൊടിക്ക് 1/2 കപ്പ് വറുത്ത ഉഴുന്നാണ് നമ്മൾ ചേർത്ത് എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തത്. അത് കറക്റ്റ് അളവ് തന്നെയാണ്. ഗൃഹനാഥൻ അപ്പം മുറിക്കുന്നതാണ് കാണുന്നത്. പെസഹായ്ക്ക് മാത്രമാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. പ്രാർത്ഥന